എന്നാ മോൻ പോയി കിടന്നു ചെല്ലേ. എല്ലാവരും ഒന്ന് നിന്നേ. ഇവിടെ നടക്കുന്ന എന്താണെന്ന് നീ അറിയുന്നുണ്ടോ? എന്താ അമ്മേ? ദേ നോക്ക്, നിന്റെ പ്രിയപ്പെട്ട മരുമകള് കാട്ടിക്കൂട്ടിയിരിക്കുന്ന ചെയ്തികള് കണ്ടോ? ശരിക്ക് കണ്ടോ? ഇത് കണ്ടിട്ടെങ്കിലും നിന്റെ കണ്ണു തുറക്കുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, ഇത് കണ്ടിട്ട് നിനക്ക് എന്തു തോന്നുന്നു? എന്താ ഫോണില്? ആ, നീയും കാണ് നിന്റെ ചേച്ചിയുടെ ലീലാവിലാസങ്ങള്. ഇതെങ്ങനെ? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ഇതെങ്ങനെ? ആ, എന്താടി വൃത്തികേടുകൾ ചെയ്തു കൂട്ടിയിട്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണോ? അല്ല, നിനക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഇതാരോ കരുതിക്കൂട്ടി ചെയ്ത ചതിയാണ്. ചതിയോ? എന്ത് ചതി? പട്ടാപകൽ പബ്ലിക് പ്ലേസിലല്ലേ ഇതൊക്കെ നടന്നിരിക്കുന്നത്. എന്നിട്ടും ഇത് ചതിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് വിശ്വസിക്കാനാവും? നിങ്ങളുടെ ലീലാവിലാസങ്ങൾ കണ്ട ഒരാൾ എനിക്ക് അയച്ചുന്ന ഫോട്ടോസ് ആണ് ഇതെല്ലാം. ഓ, ഫോട്ടോസ് എന്തായാലും കള്ളം പറയില്ലല്ലോ. ഈ ഫോട്ടോയിൽ കാണുന്നത് ദേവിയാണെന്നും വ്യക്തമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറയാം. ഇമ്മാതിരി നാണവും മാനവും കെട്ട പ്രവൃത്തികൾ ചെയ്തിട്ട് എന്ത് വിശദീകരണമാ നിനക്ക് നൽകാനുള്ളത്? കുട്ടനെയും കൊണ്ട് പാർക്കിൽ പോവാൻ നീ വെപ്രാളം കാണിച്ചത് ഇതിനായിരുന്നു അല്ലേ? ചുമ്മാതല്ല കുട്ടന് മുറിവ് പറ്റിയത്. അയ്യോ, പാർക്കിൽ ചെന്നപ്പോ ഇവക്ക് കുട്ടനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. കള്ളക്കാമുകനൊത്ത് ശൃംഗരിക്കുമ്പോ കുട്ടനെ എങ്ങനെ ഗൗനിക്കാനാ? ഞാൻ അന്നേ പറഞ്ഞു, കുട്ടന്റെ പേരില് ഇവള് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ കള്ളത്തരമാണെന്ന്. പക്ഷേ ജാനകിക്കപ്പോ അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മുത്തശ്ശി,